ലൊക്കാർണോ ഫിലിം ഫെസ്റ്റിവൽ റെഡ് കാർപ്പറ്റിൽ ഒരു വ്യക്തിയെ ഷാറൂഖ് ഖാൻ തള്ളി നീക്കുന്ന രീതിയിലുള്ള വീഡിയോ ആണ് വൈറലായത്. സാമന്തയോട് വിവാഹാഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് ഒരു യുവാവ്. കർണാടക നാടക അക്കാദമിയുടെ വാർഷിക അവാർഡ് നിരസിച്ചിരിക്കുകയാണ് നടനും നാടക പ്രവർത്തകനുമായ പ്രകാശ് രാജ്. ബുക്കിംഗ് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ, എന്നാൽ സിനിമ കാണാൻ തിയേറ്ററിലെത്തുമ്പോൾ 12 പേരും. സ്വന്തം ദുരനുഭവം പങ്കുവയ്ക്കുകയാണ് അനൂപ് മേനോൻ. കഴിഞ്ഞ ദിവസം 77ാമത് ലൊക്കാർണോ ഫിലിം ഫെസ്റ്റിവലിന്റെ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള അവാർഡായ കരിയർ ലപ്പാർഡ് നൽകി ആദരിക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ സെലിബ്രിറ്റിയായി ഷാറൂഖ് ഖാൻ മാറി. എന്നാൽ താരത്തിന്റെ റെഡ് കാർപ്പറ്റിലെ ഒരു പ്രവൃത്തിയുടെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ച ലൊക്കാർണോ ഫിലിം ഫെസ്റ്റിവൽ റെഡ് കാർപ്പറ്റിൽ ഒരു വ്യക്തിയെ ഷാറൂഖ് ഖാൻ തള്ളി നീക്കുന്ന രീതിയിലുള്ള വീഡിയോ ആണ് വൈറലായത്. റെഡ് കാർപ്പറ്റിന്റെ ഒരു വശത്ത് ഫോട്ടോഗ്രാഫർക്കൊപ്പം നിൽക്കുന്ന വയസ്സായ വ്യക്തിയാണ് ഷാറൂഖ് ഖാൻ തള്ളിമാറ്റിയത്. എന്തായാലും ഈ വീഡിയോ വൈറലാവുകയും താരം ഏറെ വിമർശിക്കപ്പെടുകയും ചെയ്യുന്നു. പലരും ഷാറൂഖ് ഖാന്റെ രീതിയെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. തീർത്തും ധാർഷ്ട്യം നിറഞ്ഞ പ്രവൃത്തി എന്നാണ് ചിലർ വിശേഷിപ്പിച്ചത്. അതേസമയം ഇതേ പ്രവൃത്തി അദ്ദേഹം ഷാറൂഖ് ഖാനോട് തിരിച്ചു കാണിച്ചാൽ എന്തായിരിക്കുമെന്നാണ് മറ്റൊരാൾ ചോദിച്ചത്. സാധാരണ ഇത്തരം വേദികളിൽ വളരെ മാന്യമായി പെരുമാറാൻ ശ്രമിക്കുന്ന ഷാറൂഖ് ഖാന് എന്തു പറ്റിയെന്നും പലരും ചോദിക്കുന്നുണ്ട്. എക്സ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ ഷാറൂഖ് ഖാന്റെ പെരുമാറ്റം ചർച്ചയാവുകയാണ്. എന്നാൽ ഷാറൂഖ് ഖാനെ അനുകൂലിച്ചും കമന്റുകൾ വരുന്നുണ്ട്. ഷാറൂഖും അദ്ദേഹം തള്ളിയ വ്യക്തിയും അടുത്ത സൗഹൃദമുള്ളവരാണെന്നും അതൊരു തമാശ നിറഞ്ഞ പ്രവൃത്തിയാണെന്നും ഷാറൂഖ് ആരാധകർ പറയുന്നു. കാരണം ഈ സംഭവത്തിന് മുൻപ് ഇതേ വ്യക്തിക്കൊപ്പം ഷാറൂഖ് സൗഹൃദപൂർവ്വം നടന്നു വരുന്ന ദൃശ്യങ്ങളുമുണ്ട്. അത് ചിലർ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ സമ്മിശ്ര അഭിപ്രായങ്ങളുമായി ഈ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഡങ്കി എന്ന ചിത്രത്തിലാണ് അവസാനമായി ഷാറൂഖ് ഖാൻ അഭിനയിച്ചത്. 2024 ഇതുവരെ ഒരു ചിത്രവും താരം ഏറ്റെടുത്തിട്ടില്ല. അതിനാൽ തന്നെ ഈ വർഷം ഷാറൂഖ് ചിത്രങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. നാഗചൈതന്യവുമായുള്ള സാമന്തയുടെ വേർപിരിയൽ വാർത്ത ഏറെ ശ്രദ്ധ നേടിയതാണ്. നാഗചൈതന്യ നടി ശോഭിതയുമായി വിവാഹിതനാകാൻ പോവുകയുമാണ്. സാമന്തയോട് ഇത് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞ് നിരവധി ആരാധകരാണ് ശോഭിതയ്ക്കും നാഗചൈതന്യക്കുമെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. ഈ അവസരത്തിൽ സാമന്തയോട് വിവാഹാഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് ഒരു യുവാവ്. മുകേഷ് എന്ന ആരാധകനാണ് വിവാഹാഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. സാമന്ത വിഷമിക്കേണ്ടതില്ല, ഞാൻ എന്നും എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നാണ് റീൽ വീഡിയോയിൽ മുകേഷ് കുറിച്ചിരിക്കുന്നത്. ബാഗ് പാക്ക് ചെയ്ത് വിമാനത്തിൽ യാത്ര ചെയ്ത് സാമന്തയുടെ വീട്ടിൽ വരെ എത്തുന്ന കാര്യങ്ങൾ മുകേഷ് ഗ്രാഫിക്സിന്റെ സഹായത്തോടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. സാമന്ത തയ്യാറാണെങ്കിൽ വിവാഹം കഴിക്കാൻ താൻ തയ്യാറാണെന്നും സാമ്പത്തികമായി ഉയരാൻ തനിക്കൊരു 2 വർഷത്തെ സമയം തന്നാൽ മതിയെന്നും ഇയാൾ പറയുന്നുണ്ട്. ഏറെ രസകരമായ വീഡിയോ ഞൊടിയിട കൊണ്ടാണ് സോഷ്യൽ മീഡിയ ലോകത്ത് ശ്രദ്ധ നേടിയത്. കർണാടക നാടക അക്കാദമിയുടെ വാർഷിക അവാർഡ് നിരസിച്ചിരിക്കുകയാണ് നടനും നാടക പ്രവർത്തകനുമായ പ്രകാശ് രാജ്. നാടക ലോകത്ത് തന്നേക്കാൾ അർഹതയുള്ളവർ ഉള്ളതിനാൽ അവാർഡ് സ്വീകരിക്കാൻ മനസാക്ഷി അനുവദിക്കുന്നില്ലെന്ന് പ്രകാശ് രാജ് പറഞ്ഞു. താൻ ഈ അടുത്താണ് നാടകത്തിലേക്ക് മടങ്ങിയെത്തിയത്. പൂർത്തിയാക്കാൻ ധാരാളം ജോലികളുണ്ട്. നാടക ലോകത്ത് എന്നേക്കാൾ അർഹതയുള്ളവർ ഉള്ളതിനാൽ ഈ അവാർഡ് സ്വീകരിക്കാൻ എന്റെ മനസാക്ഷി സമ്മതിക്കുന്നില്ല, ക്ഷമിക്കണം. ആശംസിച്ച എല്ലാവർക്കും നന്ദി എന്നാണ് പ്രകാശ് രാജ് എക്സിൽ കുറിച്ചിരിക്കുന്നത്. പ്രകാശ് രാജിന്റെ തീരുമാനത്തെ അക്കാദമി ചെയർപേഴ്സൺ KV നാഗരാജമൂർത്തി അംഗീകരിച്ചു. കന്നഡ നാടകരംഗത്ത് സംഭാവനകൾ നൽകിയ നാടക പ്രതിഭകൾക്കുള്ള വാർഷിക ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡുകൾ വ്യാഴാഴ്ചയാണ് അക്കാദമി പ്രഖ്യാപിച്ചത്. ബുക്കിംഗ് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ, എന്നാൽ സിനിമ കാണാൻ തിയേറ്ററിലെത്തുമ്പോൾ 12 പേരും. സ്വന്തം ദുരനുഭവം പങ്കുവയ്ക്കുകയാണ് അനൂപ് മേനോൻ.
താൻ നായകനായ ചെക്ക്മേറ്റ് എന്ന പുതിയ ചിത്രം കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം ചിത്രം കണ്ടവരിൽ നിന്ന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നതെന്നും അനൂപ് മേനോൻ പറഞ്ഞു. മലയാള സിനിമയിൽ ഇപ്പോൾ കണ്ടുവരുന്ന വളരെ അപകടകരമായ അല്ലെങ്കിൽ ദുഃഖകരമായ പ്രവണത എന്ന് പറയുന്നത് ആദ്യത്തെ 3 ദിവസം ഒരു വലിയ സംഖ്യ തിയേറ്ററുകളിലേക്ക് ഇട്ട് ആളുകളെ കൊണ്ടുവരേണ്ടി വരിക എന്നുള്ളതാണ്. എത്ര രൂപ എങ്ങനെ ഇടുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. അത്രയധികം പൈസയാണ്. ഒരു സിനിമ ചെയ്യാൻ ആവുന്നതിന്റെ അടുത്തുള്ള പൈസയാണ് തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരാൻ. എന്നാൽ ഇതേ തിയേറ്ററിൽ ആളുകളെ കൊണ്ടുവരുമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ തിയേറ്ററിനകത്ത് കയറി നോക്കുമ്പോൾ 12 പേരെ ഉണ്ടാവൂ. ഇത് ബുക്കിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ പലപ്പോഴും. അതൊന്നും ഒരു ഫുൾ പ്രൂഫ് ആയുള്ള മെത്തേഡ് അല്ല എന്നും അനൂപ് മേനോൻ പറയുന്നു.